എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം നല്ല ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്സുകൾ ഓരോന്നും വളരെയധികം പ്രയോജനം നൽകുന്ന ടിപ്സുകൾ തന്നെയാണ്. ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്നത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ പോയിട്ടുള്ള കുറേ നല്ല ടിപ്സുകൾ തന്നെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പനിക്കൂർക്കയൊക്കെ നമുക്ക് ഏറെ നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്സും ഇതിനകത്തുണ്ട്. കണ്ടു നോക്കിയാലോ. മുരിങ്ങയ്ക്കൊക്കെ കുറച്ചധികം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറെ നാൾ അവ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ആദ്യത്തെ ടിപ്സ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സീസൺ അല്ലാത്തൊരു ടൈമിലാണെങ്കിൽ മുരിങ്ങയ്ക്കയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ നാൾ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് തന്നെയാണ്. കഴുകി വൃത്തിയാക്കിയെടുത്ത മുരിങ്ങയ്ക്ക നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒരു ടവൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവയൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. തുടച്ചെടുത്ത ശേഷം മുരിങ്ങയ്ക്ക ഈ ഒരു നീളത്തിൽ ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. സാമ്പാറിനും അവിയലിനും മറ്റു കറിക്കാണെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിലാണല്ലോ മുരിങ്ങയ്ക്ക അരിഞ്ഞെടുക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഈ ഒരു നീളത്തിലാണ് മുരിങ്ങയ്ക്ക എല്ലാം നുറുക്കിയെടുക്കുന്നത്. നമ്മൾ കുറേ അധികം ദിവസത്തേക്കാണ് സൂക്ഷിക്കാനായിട്ട് വെക്കുന്നതെങ്കിൽ അവ നമ്മൾ അരിഞ്ഞ് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. അല്ലാതെ നമുക്കൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ഉപയോഗിച്ച് തീർക്കാനുള്ളതേ ഉള്ളെങ്കിൽ താഴത്തെ തട്ടി സൂക്ഷിക്കാം. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അടപ്പിൽ നിന്ന് കുറച്ചു ഭാഗം താഴോട്ട് മാറി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ മുരിങ്ങയ്ക്ക നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വയ്ക്കാവുന്നതാണ്. നല്ല സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. ഒട്ടും തന്നെ അഴുക്കാകാതെ നമുക്ക് 1-2 ആഴ്ച വരെ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു മെത്തേഡിൽ സൂക്ഷിച്ചു വയ്ക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ താഴോട്ട് കട്ടിക്ക് തന്നെ ഒരു ടിഷ്യൂ പേപ്പർ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി മടക്കി വെച്ചാലും മതി. ഈർപ്പമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ അങ്ങ് അബ്സോർബ് ചെയ്തോളും. ലേശം വെളിച്ചെണ്ണയാണ് ഞാൻ ഈ ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെ 2 സൈഡിലും ആ ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ബോട്ടിലോട്ട് ഇട്ട് വയ്ക്കാവുന്നതാണ്. വെളിച്ചെണ്ണയൊക്കെ 2 സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒട്ടും തന്നെ കേടായി പോകാതെ തന്നെ നമുക്കിത് സൂക്ഷിച്ചു വയ്ക്കാം. ബോട്ടിലിലോട്ട് ഞാൻ മുരിങ്ങയ്ക്കയുടെ പീസസ് എല്ലാം അടുക്കി വെച്ച ശേഷം അതിൻ്റെ മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അടപ്പ് കൊണ്ട് ഇതുപോലെ നമുക്ക് ടൈറ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി എക്സസ് ആയിട്ട് ഈ താഴോട്ട് കിടക്കുന്ന ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആ ബോട്ടിലൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെച്ച് കൊടുത്താൽ ഒരു 2-3 ആഴ്ച കൂടുതൽ തന്നെ നമുക്ക് ഈ മുരിങ്ങയ്ക്ക ആ ഡോർ സൈഡിൽ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ടൊമാറ്റോ ആണെങ്കിലും അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ബോട്ടിലാക്കിയിട്ട്. അങ്ങനെയാകുമ്പോൾ ഫ്രിഡ്ജിൽ നല്ല സ്പേസ് കിട്ടുകയും ചെയ്യും. ഇത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് സ്പേസ് കിട്ടും. കുറച്ചധികത്തിലുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീസറിൽ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് 3-4 പീസ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ നമുക്ക് ആ ഒരു രീതിയിലും കേടുകൂടാതെ ഏറെ നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മുരിങ്ങയ്ക്കയുടെ കാമ്പ് ചുരണ്ടി നമ്മൾ തോരൻ വയ്ക്കും. എന്നാൽ നമ്മൾ സ്പൂണ് കൊണ്ട് ചുരണ്ടി എടുത്താൽ ഈ ഒരു രീതിയിൽ പൊടിയായിട്ട് നമുക്ക് കിട്ടുകയില്ല. എന്നാൽ നമുക്ക് വളരെ പൊടിയായിട്ട് തന്നെ ഈ മുരിങ്ങയ്ക്കയുടെ കാമ്പ് അരിഞ്ഞെടുക്കാവുന്നതാണ്. നമ്മൾ സ്പൂണ് കൊണ്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും കത്തി ഉപയോഗിച്ചിട്ട് അത് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കേണ്ട ആവശ്യവുമില്ല. നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. മുരിങ്ങയ്ക്ക ഈ ഒരു നീളത്തിലാണ് ഞാൻ നുറുക്കിയെടുക്കുന്നത്. അതിനുശേഷം നേരെ നടുക്കൂടെ ഒന്ന് പിളർന്നെടുക്കണം. എന്നിട്ട് നമ്മൾ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പൊടിയായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അകത്തെ കാമ്പ് ഒന്ന് പ്രസ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ചെറിയ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്തെ കാമ്പ് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അകത്തെ കാമ്പ് മാത്രമേ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അതിൻ്റെ ആ സൈഡിലത്തെ ആ തൊലി ഒന്നും വീഴാതെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ കുഞ്ഞു പീസസ് ആയിട്ടേ വരികയുള്ളൂ. പിന്നെ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ചെറുതാക്കേണ്ട ആവശ്യമേ ഇല്ല. സ്പൂണ് കൊണ്ടാകുമ്പോൾ വലിയ പീസായിട്ട് വരും. പിന്നെ നമ്മളത് നുറുക്കി ചെറിയ പീസാക്കണം. ഇനി മുരിങ്ങയ്ക്കൊക്കെ അധികം കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് തോരൻ വെച്ചേ. ഇതാകുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. കാരണം വളരെ കുഞ്ഞു പീസായിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നത്. കുറച്ചധികം സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സിപ്ലോ കവറിലാക്കി സൂക്ഷിച്ചാലും നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോരനൊക്കെ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി ചെയ്ത് വെച്ചാലും വളരെ ഈസി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് വയ്ക്കുക.
വളരെയധികം ഔഷധ ഗുണമുള്ള പനിക്കൂർക്ക ഇല. ചൂട് സമയമാകുമ്പോൾ ഇതെല്ലാം ഉണങ്ങി പോകാറാണല്ലോ പതിവ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രഷ് ആയിട്ട് ഏറെ നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇവിടെ ചൂടാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലയെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ട് പോകാറാണ് പതിവ്. പിന്നെ തണുപ്പ് ഒരു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോഴാണ് ഇലകളൊക്കെ പൊട്ടിക്കിളിർത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ചൂട് സമയത്ത് കുറേ അധികം ഇലകളുള്ളപ്പോൾ ഇതുപോലെ നുള്ളിയെടുത്ത് വെക്കാറാണ് ചെയ്യുന്നത്. ചൂടാകുമ്പോൾ ഈ ഇലകളെല്ലാം ഉണങ്ങി പോകത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പനിക്കൂർക്കയുടെ ഓരോ ഇലയെന്ന് പറയുന്നത് വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ വെറുതെ ഉണക്കി കളയുന്നതിന് പകരം ഞാൻ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ അത്യാവശ്യം മൂത്തിട്ടുള്ള ഇലയെല്ലാം ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കും. മൂത്ത തണ്ടുണ്ടെങ്കിലും അതും ഒടിച്ചു മാറ്റും. മൂത്ത തണ്ട് ഒടിച്ചു മാറ്റിയിട്ട് അതിനകത്തുനിന്ന് ഇലയെല്ലാം എടുത്ത ശേഷം വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് വേര് പെട്ടെന്ന് തന്നെ പിടിച്ചു വരും. അതിനുശേഷം നമ്മൾ മണ്ണിൽ കുഴിച്ചു വയ്ക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ കിളിർത്ത് വരികയും ചെയ്യും. ഇലയെല്ലാം അടർത്തി മാറ്റിയിട്ടുള്ള മൂത്ത തണ്ടുകൾ നോക്കി മാറ്റി ഇതുപോലെ വെള്ളത്തിലൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ വേര് പിടിച്ച് കിട്ടും. അതിനുശേഷം നമ്മൾ മണ്ണിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ വളർന്നു വരികയും ചെയ്യും. വേര് പിടിച്ച ശേഷം കഴുകി വൃത്തിയാക്കിയെടുത്ത പനിക്കൂർക്ക ഇല നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒരു കോട്ടൺ തുണിയിലോട്ട് നിരത്തിയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൽ വെച്ചിട്ടോ നമ്മൾ വെള്ളമില്ലാത്ത രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. നല്ലതുപോലെ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ നമുക്ക് നിരത്തി വെയിലത്ത് വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കാം. ഇവിടെ അതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാൻ തവയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിലും ഒരു 3-4 ദിവസം എടുക്കും നമുക്കിതൊന്ന് ഡ്രൈ ആയി കിട്ടണമെങ്കിൽ. ഇവിടെ ഞാനൊരു ഇരുമ്പിൻ്റെ തവയാണ് എടുത്തേക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനൊക്കെ ഒഴിവാക്കിയിട്ട് ഇരുമ്പിൻ്റെ തവയൊക്കെ എടുക്കുന്നതാണ് നല്ലത്. ആദ്യം പാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് വേണം ഇലയിട്ട് കൊടുക്കാൻ. പനിക്കൂർക്കയുടെ ഇല എന്ന് പറയുന്നത് നല്ലതുപോലെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഇലയാണ്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് മാത്രമേ നമുക്കിത് ഡ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ വെയിലത്ത് വെച്ചാലും ഒരു 3-4 ദിവസം നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാനും പറ്റുകയുള്ളൂ. ഈ ഒരു രീതി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ ഏറെ നാൾ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, അല്ലാതെ തന്നെ ഡ്രൈ ആക്കി സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് പിസ്സയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇത് പൊടിച്ചിട്ട് കൊടുക്കാം. ഒറിഗാനോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഇതുപോലെയുള്ള പനിക്കൂർക്കയില ഡ്രൈ ആക്കി എടുത്തതാണ്. വേഗത്തിലാകുന്നതിന് വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും ഒക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ ഇലയൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ വരത്തക്ക രീതിയിൽ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഒരു പാത്രത്തോളം ഇലയിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ കണ്ടോ, ഇലയെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നപ്പോഴത്തേക്കിന് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒടിഞ്ഞു വരുന്ന ഒരു പരുവുണ്ടല്ലോ, അതാണ് ആവശ്യം. ഈ ഒരു രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇതുപോലെ ഞാൻ കഴിഞ്ഞ വർഷം സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഈ കണ്ടെയ്നറിലാക്കി വെച്ചേക്കുന്നത്. ഇതുപോലെ ഞാൻ ഉണക്കി വെക്കാറാണ് പതിവ് സമ്മറൊക്കെ ആകുമ്പോൾ. വെറുതെ ഇല ഉണക്കി കളയാതെ ഇതുപോലെ ഡ്രൈ ആക്കി വെക്കുകയാണ് പിന്നീട് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ ഇതിൽ 1 ടീസ്പൂൺ ഇട്ട് തിളപ്പിച്ചാൽ നല്ല ഗുണം തന്നെ കിട്ടും. പിസ്സ തയ്യാറാക്കി എടുക്കുമ്പോഴും അതുപോലെ തന്നെ ബട്ടർ ചിക്കനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇതിലെ ലേശം പൊടിയൊന്ന് ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ തന്നെയാണ്. ഒറിഗാനോയായിട്ട് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പനിക്കൂർക്കയില ഡ്രൈ ആക്കി പൊടിച്ചെടുത്തത് തന്നെയാണ്. ഇനി പനിക്കൂർക്ക ഇല വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസും തയ്യാറാക്കി എടുക്കാം. 1 ലെമണാണ് ഞാൻ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് മിക്സഡ് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 5 പീസ് പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ലേശം ഉപ്പും. നമ്മൾ എത്രത്തോളം ജ്യൂസാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് തയ്യാറാക്കി എടുക്കത്തക്ക രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള പനിക്കൂർക്ക ജ്യൂസും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ ടിപ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.